ഹലോ വെൽക്കം ടു ചിത്ത വീറ്റ് ലൈറ്റ്സ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ദിവസവും ഒരാൾക്ക് വേണ്ടി മാത്രം അരി അരച്ച് ദോശ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നുള്ള നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും ഫ്രിഡ്ജിൽ വെച്ച മാവ് വെച്ച് ഉണ്ടാക്കുന്ന ദോശയ്ക്കും രുചി കുറയും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും അല്ലാതെ നമുക്ക് വേറൊരു മാർഗം നോക്കിയാലോ? അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പച്ചരിയും പുഴുക്കലരിയും, അതായത് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ. അതിപ്പോൾ ചുവന്നതായാലും വെള്ളയായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ കടലപ്പരിപ്പും ഉഴുന്നുമാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ പച്ചരിയാണ് ആ ഒരു ചെറിയ കപ്പിൽ 2 ഗ്ലാസ് എടുക്കുന്നത്. കണ്ടില്ലേ? നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ഉഴുന്നും കടലപ്പരിപ്പും പുഴുക്കലരിയും എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിന്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്ലാസ് പച്ചരി ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഗ്ലാസ് പുഴുക്കലരി, 1 ഗ്ലാസ് ഉഴുന്ന്, അതുപോലെ തന്നെ 1/2 ഗ്ലാസ് കടലപ്പരിപ്പ്. ഇതാണ് ഇതിന്റെ റേഷ്യോ വരുന്നത്. അപ്പൊ നമ്മളത് സെപ്പറേറ്റ് പാത്രത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതാ നമ്മൾ ഒരു 1/2 ഗ്ലാസ് കടലപ്പരിപ്പ് കൂടി ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഒരുമിച്ചിടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴുകി ഉണക്കി എടുക്കുമ്പോൾ ഉഴുന്നിന്റെയും കടലപ്പരിപ്പിന്റെയും ഉണക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് അതൊന്ന് ഡ്രൈ ആവാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു 4 സാധനങ്ങളും നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഉണക്കിയെടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഉണങ്ങിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഒരു സ്റ്റീലിന്റെ പാത്രമാണ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഉണക്കലൊക്കെ ആയി കഴിഞ്ഞു എന്ന്. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പൊടി പെട്ടെന്ന് കേടായി പോവാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ചൂടാക്കി എടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഒന്ന് ചൂടാവേ ചെയ്യാവുള്ളൂ കേട്ടോ, അങ്ങ് വറുത്തെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഈ പൊടി സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് എടുത്തു മാറ്റാം. ഇത് ചൂടായതിനു ശേഷം നേരെ നമ്മൾ മിക്സിയിലേക്ക് ഇടരുത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്കിതൊരു മിക്സിയിലേക്ക് മാറ്റാം. അത്യാവശ്യം നല്ല രീതിയിൽ അത് പൊടിയണം കേട്ടോ. അപ്പൊ ഭയങ്കര നൈസായിട്ട് പൊടിഞ്ഞു വരുന്ന ഒരു രീതിക്ക് വേണം നമ്മളിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള പൊടിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് അടിച്ച് ഭയങ്കര നൈസായിട്ട് വേണം നമ്മളിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ കിട്ടും. ഭയങ്കര നൈസ് പൊടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു പൊടി കൊണ്ട് നമ്മൾ എങ്ങനെയാണ് മാവ് കലക്കുന്നത് എന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് കുറേ നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പം ജസ്റ്റ് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോ ദോശയ്ക്കോ ഇഡ്ലിക്കോ അത് എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് ഉണ്ടാക്കുന്ന രീതിയാണ്. അതായത് ഇന്നത്തെ ദിവസം നമ്മൾ അതിൽ നിന്നൊരു 1.5-2 സ്പൂൺ ഈ ഒരു ചെറിയ തവിക്കകത്താണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് മാത്രം മതി. ഏകദേശം ഇതൊരു അളവിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൽ പ്രത്യേകിച്ച് തരിയൊന്നും കാണില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പൊ ഈ ഒരു പൊടിയാണ് കേട്ടോ നമ്മുടെ ലൈഫ് സേവർ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെയിലി നമ്മളിങ്ങനെ അരി അരച്ച് ബുദ്ധിമുട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഒരു പൊടി നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഇങ്ങനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കുറേ നാള് നമ്മൾ ചൂടാക്കിയതൊക്കെ കൊണ്ട് തന്നെ കുറേ നാള് അങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം നല്ല രീതിയിൽ ഈ ഒരു തരി ഒന്നും ഇല്ലാതെ തന്നെ ഇളക്കിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നല്ലതുപോലെ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് നല്ലൊരു കൺസിസ്റ്റൻസിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയാൽ മതി കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ജസ്റ്റ് വെള്ളം ഒഴിച്ച് നമ്മളൊരു മാവിന്റെ കൺസിസ്റ്റൻസിലാക്കി എടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. തരിയും കട്ടിയൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു മാവ് നമുക്ക് അങ്ങനെ ഒരു രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരിക്കും. അപ്പോഴത്തേക്കും ഈ ഒരു മാവ് പൊടിയായിട്ട് അവിടെ ഇവിടെ എങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിൽ വെള്ളം ഒഴിച്ച് നിങ്ങളത് സെറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ? ഏകദേശം ഈ ഒരു നമ്മുടെ നോർമൽ മാവിന്റെ ഒരു രൂപത്തിൽ വരുന്നത് വരെ മതിയായിരിക്കും. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ മാവാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. പിറ്റേന്ന് ഇത് ഏത് രീതിയിൽ പൊങ്ങി വരുമെന്നുള്ളതും ദോശ എത്ര ചുടാൻ പറ്റുമെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു അവയർനെസ് കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഈ ഒരു
പാത്രം തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഇതുപോലെ പൊങ്ങി വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മാവിന് ചെയ്യുന്നത് പോലെ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ സാധാ ദോശ ചുടുന്നൊരു മാവായിട്ട് ഇത് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം നമ്മൾ ഒരു 2 സ്പൂൺ പൊടിയാണ് അല്ലെങ്കിൽ 2 ചെറിയ തവി പൊടിയാണ് നമ്മൾ മാവാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്ര ദോശ ചുടാൻ പറ്റുമെന്ന് കൂടി നമുക്ക് നോക്കാം. എത്ര ഈസി ആയിട്ടാണ് ദോശ ചുടാൻ പറ്റുന്നത് നോക്കി നോക്ക്. നമുക്കിപ്പോൾ ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ഈ ഒരു മാവ് വെച്ചിട്ട് ദോശ ചുടാം. അങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഒന്നുമില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. എനിക്ക് നെയ്യ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നെയ്യ് തൂക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ദോശ വരിക. പ്രത്യേകിച്ച് അതിന് രുചി കൂടുതലുണ്ട് എന്നല്ലാതെ വേറൊരു രുചി വ്യത്യാസമോ രുചി കുറവോ ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ ഒരു പൊടി തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 2 ചെറിയ തവി കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 ദോശ ഉണ്ടാക്കാൻ പറ്റും. ആൾക്ക് കഴിക്കാൻ അത് ധാരാളമാണല്ലോ. അപ്പൊ എന്തായാലും ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്